അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസ് പഠനവേദിയിലേക്ക് സ്വാഗതം. ലോകത്ത് സമാധാനം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ മുഖമുദ്ര തന്നെ സമാധാനമാണ്. സിൽമ് എന്ന വാക്കിൽ നിന്നുമാണ് ഇസ്ലാം എന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, സലാം എന്നുള്ളത് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമമാണല്ലോ. സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം അർപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എത്ര അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്കിലൂടെയാണ് ഇസ്ലാം അഭിവാദ്യം പഠിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ, അള്ളാഹുവിൻ്റെ കടാക്ഷമുണ്ടാവട്ടെ. ഇസ്ലാമേതര മതങ്ങൾ പരസ്പരം വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ പറയാറുള്ള അഭിവാദ്യങ്ങളെക്കാൾ എത്രയോ മനോഹരമായ, ഹൃദ്യമായ ഒരഭിവാദ്യമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ തന്നെ ഇസ്ലാമിൻ്റെ സംസ്കാരം ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. നിനക്ക് സമാധാനമുണ്ടാവട്ടെ, നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ തൊഴിലിലും ഒക്കെ സമാധാനമുണ്ടാവട്ടെ എന്നാണ് വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം അർപ്പിക്കേണ്ടത്. നാളെ സ്വർഗത്തിലും വിശ്വാസികൾ കണ്ടുമുട്ടുമ്പോൾ പറയുന്നത് തഹിയ്യത്തുഹും ഫീഹാ സലാം ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സ്വർഗവാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴും അസ്സലാമു അലൈക്കും എന്നാണ് അവരുടെ അഭിവാദ്യം എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. 5 വഖത്തുള്ള നമസ്കാരം പൂർത്തിയാക്കിയ ഉടനെ നാം പറയാറുള്ളതും ഇത് തന്നെയാണല്ലോ. അല്ലാഹുമ്മ അന്തസ്സലാം. അല്ലാഹുവേ, നീ സലാമാണ്. ഓ മിങ്കസ്സലാം, നീ നിന്നിലേക്കാകുന്നു, നിന്നിൽ നിന്നാകുന്നു സലാം. ഇലൈക യർജിഉ സലാം, സലാം മടങ്ങുന്നതും നിന്നിലേക്കാണ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളെ നീ സമാധാനത്തോടെ ജീവിപ്പിക്കണമേ. സമാധാനമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണമേ. 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞ് ഈ പ്രാർത്ഥന ഉരുവിട്ടതുകൊണ്ടാണ് വിശ്വാസികൾ അവിടെ നിന്നും എഴുന്നേൽക്കേണ്ടതെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പരസ്പരം കാണുമ്പോഴും നമസ്കാരങ്ങൾക്ക് ശേഷവും സലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനകാംക്ഷികളാവണമെന്ന് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്ന സമാധാനത്തിൻ്റെ പ്രയോക്താക്കളായ ഈ സത്യവിശ്വാസികളെക്കുറിച്ചാണ് ഇന്ന് അസമാധാനത്തിൻ്റെ വേരുകൾ, അസമാധാനത്തിൻ്റെ വിത്തുകൾ എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അസമാധാനത്തിൽ നിന്നും മനുഷ്യനെ കരകയറ്റാൻ ഇസ്ലാമിന് മാത്രമേ കഴിയൂ. ഇത് ഇസ്ലാം അവകാശപ്പെടുന്ന ഒരു കാര്യമല്ല. ബെർണാഡ് ഷാ നിരീശ്വരവാദിയാണ്. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് യൂറോപ്പിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഇസ്ലാമികമായ ഭരണമാണ് ആവശ്യമെന്നാണ്. മഹാനായ പ്രവാചകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ്. മനുഷ്യത്വത്തിൻ്റെ നായകൻ, രക്ഷകൻ എന്നൊക്കെയാണ് അദ്ദേഹം പ്രവാചകനെ വിശേഷിപ്പിച്ചത്. ഇന്നും പ്രവാചകനെക്കുറിച്ച് ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ പലരും പറയുമ്പോഴും പല വാറോലകളും പ്രത്യക്ഷപ്പെടുമ്പോഴും ബെർണാഡ് ഷാ പറയുന്നു, മനുഷ്യൻ്റെ രക്ഷകനാണ് പ്രവാചകനെന്ന്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ചേക്കേറിയ സ്വഹാബത്തും നബിയും മദീനയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വരികയാണ്. വഴിയിൽ വെച്ച് മക്കക്കാർ തടഞ്ഞു. ഉംറ നിർവഹിക്കാൻ സമ്മതിക്കില്ലെന്ന് അവർ ശാഠ്യം പിടിച്ചു. സ്വഹാബത്താണെങ്കിൽ ജനിച്ചു വളർന്ന അവരുടെ നാട്, പരിശുദ്ധമായ കഅബ, മാത്രമല്ല ഇഹ്റാം കെട്ടിയാണ് അവരെത്തിയിട്ടുള്ളത്. പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഉംറ നിർവഹിച്ചിട്ട് മാത്രമേ നമുക്ക് മടങ്ങാവൂ. പക്ഷേ അല്ലാഹുവിൻ്റെ ദൂതർ അന്നുണ്ടായിരുന്ന മക്കക്കാരുമായി ചില ഉടമ്പടികൾ
എഴുതുവാനും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീക്കുവാനും അവിടുന്ന് സർവകക്ഷി യോഗം വിളിച്ചു. മക്കയിലെ കുഫാറുകൾ ഒത്തുകൂടി. മഹാനായ പ്രവാചകനും ചുരുക്കം ചില സ്വഹാബത്തും ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ 2-3 കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ഒന്ന്, ഞങ്ങളിൽ നിന്നും ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ ഞങ്ങൾ വിട്ടുതരില്ല. യഥാർത്ഥത്തിൽ വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നാട്ടിൽ സമാധാനമുണ്ടാകുമെങ്കിൽ ആവട്ടെ എന്ന് കരുതി മഹാനായ പ്രവാചകൻ അത് സമ്മതിക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നെഴുതാൻ അവർ ശാഠ്യം പിടിച്ചു. കരാറുകളൊക്കെ എഴുതി ഒടുവിൽ മുഹമ്മദുർ റസൂലുള്ളാ എന്നെഴുതി, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതരാണെന്ന് എഴുതി സൈൻ ചെയ്തു. കുഫാറുകൾ പറഞ്ഞു, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല. മുഹമ്മദ് റസൂലാണെങ്കിൽ പിന്നെ ഈ ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാ എന്നതിന് പകരം മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നെഴുതണം. മഹാനായ പ്രവാചകൻ തൻ്റെ കൈകൊണ്ടത് മായ്ച്ചു കളഞ്ഞ് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാൻ വേണ്ടി കൽപ്പിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ സമാധാനം നാട്ടിൽ നിലകൊള്ളുമെങ്കിൽ അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും മഹാനായ പ്രവാചകൻ തയ്യാറായ രംഗമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക. 2010 ഫെബ്രുവരി 10 അന്തരിച്ച ബ്രിട്ടീഷുകാരനും നീണ്ടകാലം റോമൻ കത്തോലിക്ക സഭയുടെ നായകനുമായിരുന്ന പുരോഹിതനുമായിരുന്ന ഇദ്രീസ് തൗഫീഖ്, അദ്ദേഹം ഒരു വേള ഈജിപ്റ്റ് സന്ദർശിക്കാൻ വേണ്ടി വന്നു. വഴിയോരത്തുകൂടി നടന്നു പോകുമ്പോൾ ഫുട്പാത്തിലിരുന്ന് ഒരു മുസ്ലിം കുട്ടി ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. കൗതുകത്തോടെ കുറേ സമയം ആ കുട്ടിയുടെ സമീപത്ത് ഇദ്രീസ് തൗഫീഖ് നിലയുറപ്പിച്ചു. ഉടനെ ഈ കുട്ടി ചെരുപ്പ് തുന്നിക്കൊണ്ടിരുന്ന കുട്ടി ദൃഷ്ടി മുകളിലേക്ക് ഉയർത്തി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഇദ്രീസ് തൗഫീഖിന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇദ്രീസ് തൗഫീഖ് ചോദിച്ചു, ഹൗ ആർ യു? ഉടനെ ആ കുട്ടി പറഞ്ഞു, ഐ എം ഫൈൻ. കുട്ടിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ആകൃഷ്ടനായ ഇദ്രീസ് മെല്ലെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ സമീപത്തിരുന്നിട്ട് ചോദിച്ചു, മോനെ, നീ ആദ്യം പറഞ്ഞ വർത്തമാനം എന്താണ്? കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇസ്ലാമിൻ്റെ അഭിവാദ്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, ദൈവ കടാക്ഷമുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നോട് ചോദിച്ചുവല്ലോ, എന്താ നിന്റെ വിശേഷമെന്ന്. വളരെ സുഖമാണ് എന്ന് സൗമ്യമായി നീ പറഞ്ഞു. ഈജിപ്റ്റ് സന്ദർശന വേള കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ തൗഫീഖ് അഗാധമായ ചിന്തയിലേക്ക് വഴുതി വീണു. എല്ലാം ഉണ്ടായിട്ടും സമാധാനത്തിന് വേണ്ടി തൻ്റെ നാട്ടിൽ നിന്നും ഈജിപ്റ്റിലേക്ക് പോയ തനിക്ക് ഫുട്പാത്തിൽ ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ലഭിച്ച സമാധാനം, തനിക്ക് ലഭിക്കാത്ത സമാധാനം ആ കുട്ടിക്ക് എങ്ങനെ നേടി, എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു, ആഴത്തിൽ പഠിച്ചു. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലാണ് സമാധാനം നിലകൊള്ളുന്നതെന്ന് അറിയുകയും ദീനിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇതാണ് ദീൻ, ഇതാണ് ഇസ്ലാം. സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം. സമാധാനം ലോകത്ത് പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മതമാണ് ഇസ്ലാം. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകുമാറാവട്ടെ.